അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, മനുഷ്യ മനസ്സ് ചോദിച്ചു കൊണ്ടിരിക്കുന്ന അനേകായിരം പ്രശ്നങ്ങൾക്കുള്ള ഒരു യഥാർത്ഥ പരിഹാരമാണ് മരണാനന്തരം ഒരു ജീവിതമുണ്ടാവുക എന്നുള്ളതും. ലോകത്തെല്ലാവരും മരിക്കുമെന്നുള്ള ഒരു സത്യം തന്നെ അതിനുശേഷം ഒരു ജീവിതമുണ്ടാകുമെന്നുള്ളതിനുള്ള ഏറ്റവും വലിയ യാഥാർത്ഥ്യമായി, തെളിവായി അന്തിമ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഏതു മനുഷ്യനെക്കുറിച്ചും ഉറപ്പിച്ചു പറയാവുന്ന, നിഷേധിക്കാനാവാത്ത ഒരു സത്യമാണത്. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരായ ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാർ, ലോകത്തെ വലിയ വലിയ സാമ്രാജ്യങ്ങളെ അടക്കി ഭരിച്ച ചക്രവർത്തിമാർ, ശാരീരിക ശക്തി കൊണ്ട് ലോകാത്ഭുതങ്ങൾ നിർമ്മിച്ചു വെച്ചവർ, സമ്പന്നതയുടെ മടിത്തട്ടിൽ അന്തിയുറങ്ങിയവർ, വിശ്വപ്രശസ്ത ഗ്രന്ഥങ്ങൾ എഴുതിയ പണ്ഡിതന്മാർ, കവിതയിലൂടെ ജനമനസ്സുകളെ സ്വാധീനിച്ച കവികൾ എന്നിങ്ങനെ ലോകത്തെ ഏത് രംഗത്ത് ശോഭിച്ചവരാണെങ്കിലും ശരി, അവരാരും ഒരു നാൾ മരണമെന്ന പടച്ചറബിൻ്റെ വിധിക്ക് കീഴടങ്ങാതിരുന്നിട്ടില്ല. ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരും ഇനി ജനിക്കാനിരിക്കുന്നവരും ഒരു നാൾ ഈ മണ്ണിനോട് ചേരും. പേരും പ്രശസ്തിയും പ്രതാപവും ഒന്നും അതിന് തടസ്സമില്ല. ജീവിതത്തിൻ്റെ സാധ്യതയുള്ളിടത്തെല്ലാം യഥാർത്ഥത്തിൽ മരണവും മനുഷ്യൻ്റെ കൂടെയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ ജലം മനുഷ്യൻ്റെ ജീവിതത്തിന് അത്യാവശ്യമായതാണ്. പക്ഷേ അതൊരു പേമാരിയായി കൊണ്ട് പെയ്തിറങ്ങിയാൽ ഒരുപക്ഷെ അത് മരണത്തെ കൊണ്ടുവരാം. അതേപോലെ തന്നെ ജീവവായു കൊടുങ്കാറ്റായി വീശിയടിച്ചാലോ അതും മനുഷ്യർ മരണപ്പെടാനുള്ള കാരണമാണ്. സൂര്യപ്രകാശമില്ലാതെ ജീവന് നിലനിൽപ്പില്ല. പക്ഷേ അത് മുഖേന അത്യുഷ്ണം വന്ന് സൂര്യാതാപമേറ്റ് മരിക്കുന്ന മനുഷ്യൻ എത്രയാണ്. അന്നവും മരുന്നുമൊക്കെ തൊണ്ടയിൽ കുടുങ്ങി മരിച്ച മനുഷ്യരെയും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒഴിച്ചുകൂടാനാവാത്ത ഭക്ഷണത്തിനൊപ്പവും മരണം വരാമെന്ന താക്കീതാണ് അത് നൽകുന്നത്. കുടിലിലാണെങ്കിലും കൊട്ടാരത്തിനാണെങ്കിലും മരണം ഒരേപോലെ കടന്നു വരാം. രോഗിയെയും ചികിത്സിക്കുന്ന ഡോക്ടറെയും അതെപ്പോൾ വേണമെങ്കിലും പിടികൂടാം. മനുഷ്യർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകലമാന സുഖങ്ങളുടെയും അന്തകനാണ് മരണമെന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഉണർത്തിയത്. മരണത്തോടു കൂടി മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കും? ഒരിക്കലുമില്ല. അവസാനിക്കുമെന്നാണ് ഉത്തരമെങ്കിൽ പിന്നെ ഉത്തരം കിട്ടാത്ത ഒട്ടനവധി ചോദ്യങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. എന്തിനായിരുന്നു പിന്നെ ഈ ജീവിതം? കോടാനുകോടി മനുഷ്യർ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ഈ ഭൂമിയിൽ ജീവിച്ച് മരണപ്പെട്ടു പോയി. മാനവ ചരിത്രത്തിൽ ആയിരക്കണക്കിന് ആളുകളെ തീർത്തും അന്യായമായി കൊന്നവരും ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലാൻ പ്രേരിപ്പിച്ചവരുമായ ഭരണാധികാരികൾ ഇത്തരം വലിയ വലിയ അക്രമങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ടും സുഖലോലുപതയിൽ യഹലോകവാസം വെടിഞ്ഞവരുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരുമുണ്ടല്ലോ. അവരുടെയൊക്കെ ദുശ്ചെയ്തികൾക്കുള്ള ശിക്ഷ എവിടെ നിന്നാണ് ലഭിക്കുക? ലോകം ഇന്നും ഓർക്കുന്ന നന്മകൾ ചെയ്തു വെച്ചവർക്ക് എന്തു പ്രതിഫലമാണ് അവർക്ക് ഇവിടെ നിന്ന് മരണക്കൊന്നതിന് മുമ്പ് ലഭിച്ചത്? അവരിൽ പലരും ക്രൂരമായി അന്യായമായി കൊണ്ട് കൊല ചെയ്യപ്പെട്ടവരാണ്. വലിയ പീഡനങ്ങളും ബഹിഷ്കരണങ്ങളും ഏറ്റുവാങ്ങിയവരാണ്. കല്ലേറുകളും കൂക്കുകൂലികളുമായിരുന്നു സമൂഹം പലപ്പോഴും അവർക്ക് തിരിച്ചു കൊടുത്തത്. ലോകത്തെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അന്യായമായി കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേകായിരം ജനങ്ങളുടെ പ്രതീക്ഷയാണ് പരലോകമുണ്ടാവുക എന്നുള്ളത്. അത് തീർച്ചയായും എല്ലാവർക്കും നീതി ലഭിക്കുന്ന, കർമ്മഫലങ്ങൾ പരിപൂർണമായി കിട്ടുന്ന ഒരു ലോകം അത് തീർച്ചയായും വരാനിരിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അങ്ങനെ ലോകത്തെ സംവിധാനിച്ചു വച്ചിരിക്കുന്നു. മനുഷ്യരായി പിറന്ന, അഹങ്കാരം കൊണ്ട് ഹൃദയാന്തത ബാധിച്ചിട്ടില്ലാത്ത മുഴുവൻ ആളുകളുടെയും മനസ്സ് കൊതിക്കുന്ന ആ ന്യായവിധിയുടെ നാള് വിദൂരമല്ല എന്ന് അള്ളാഹു നമ്മളോട് ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഓരോ രാത്രിയും ഒരു പുലരിക്ക് വഴിമാറും പോലെ ഒരു വലിയ സത്യമായി മരണാനന്തര ജീവിതം നമ്മുടെയൊക്കെ മുന്നിൽ മിഴി തുറക്കും. ഇപ്പോൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നാം കാണുന്ന പ്രകാശത്തേക്കാൾ തെളിച്ചമുണ്ടാകുന്ന ചില കാഴ്ചകൾക്ക് അന്ന് നമ്മൾ സാക്ഷിയാകേണ്ടി വരും. വിശുദ്ധ ഖുർആനിൻ്റെ 3-ാമത്തെയും സൂറത്തുൽ ആലി ഇംറാനിൻ്റെ 185-ാമത്തെ വചനത്തിലൂടെ മരണാനന്തര ജീവിതത്തെ സംക്ഷിപ്തമായി അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്: കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. അപ്പോൾ ആർ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത്. ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. മരണാനന്തര ജീവിതത്തിൽ ഉന്നതമായ വിജയം നേടുന്ന നല്ലവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക,
കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. Peace Radio. Tune to reality.